തട്ടുകടകളുടെ അടുത്ത് കൂടി പോകുമ്പോൾ നമ്മളെ അറിയാതെ ഒരു മണം ആകർഷിക്കും. പല ബജ്ജികളുടെയും അതിൽ വറക്കുന്ന എണ്ണ പലഹാരങ്ങളുടെ മണം അറിയാതെ തന്നെ വായിൽ വെള്ളമൂറുന്നില്ലേ? അതോ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാനും പറ്റില്ല. അങ്ങനെ നമുക്ക് തട്ടുകടകളിൽ ഉണ്ടാക്കുന്ന ബജ്ജിയുടെ രഹസ്യമെന്നറിഞ്ഞാലോ? നല്ല സൂപ്പർ ടേസ്റ്റി ബജ്ജി നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് 2 പൊന്തങ്കായാണ് എടുത്തിരിക്കണം. ഞങ്ങളുടെ ഇവിടെ പൊന്തങ്കായ എന്ന് പറയാം, മൊന്തൻകായ എന്നും പറയണേക്കാം. നേന്ത്രക്കായല്ല, അതിൻ്റെ തോലൊന്ന് ഞാൻ ജസ്റ്റ് പീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നീളത്തിൽ സ്ലൈസായി കട്ട് ചെയ്യാം. എണ്ണ കുറവായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഹാഫ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണ കൂടുതൽ കിട്ടുകയും ചെയ്യും, ഒരുപാട് എണ്ണകളില്ലാതെ തന്നെ വറക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ ചെയ്താൽ മതി. ഒരുപാട് തിന്നാവാനും പാടില്ല. ഇതിൽ നിന്നൊരു 5-6 കായയുടെ ബജ്ജിയാണ് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഇത് ചുട് ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ? മഴയുണ്ടെങ്കിൽ പറയുകയും വേണ്ട, മഴയുടെ കൂടെ ബജ്ജി ഒരു അപാര കോമ്പിനേഷൻ തന്നെയല്ലേ? ഇതാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ ചേട്ടോ. ഇനി അതിനായിട്ട് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നല്ല എരിവ് ഇരുന്നോട്ടെ. 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ ഇത്ര ഇടണ്ട. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കുറച്ച് ദോശമാവാണ്. ഇഡ്ലി മാവോ ദോശമാവോ 1/4 കപ്പ് ഇഡ്ലി മാവോ ദോശമാവോ നിങ്ങൾക്ക് ചേർക്കാം. പുളിച്ച് പൊന്തിയ ദോശമാവോ ഇഡ്ലി മാവാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ അടിപൊളി ഇങ്ങനെ തട്ടുകടകളിൽ കിട്ടുന്ന സെയിം ടെക്സ്ചറിൽ നമ്മുടെ കായ ബജ്ജി കിട്ടും. അധികം എണ്ണയൊന്നും കുടിക്കില്ല, എന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനത്തെയാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. എരിവ് ഇത്ര വേണ്ട എന്നുള്ളവർക്ക് എരിവ് കുറയ്ക്കാം. ഇവിടെ കുറച്ച് ബജ്ജിയിലൊക്കെ എരിവ് വേണം കേട്ടോ. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിൽ മുക്കി അങ്ങോട്ട് തിളച്ച എണ്ണയിലിട്ട് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇതാ ബജ്ജിക്കായിട്ട് കായ നീളത്തിലുള്ളത് എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുക്കുക. ഒരുപാട് തിന്നാവരുത്, അധികം തിക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിലായിരിക്കണം മാവ്. അപ്പോഴേ അതിൻ്റെ പുറത്ത് നല്ലവണ്ണം കോട്ടിയുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വറുത്തെടുത്ത് ഈ സമയം കൊണ്ട് ചായയും കൂടി റെഡി ആവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോഴേ കായ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, മുള്ളു വേവാത്തമാരെ ഉണ്ടാവും. കായ ബജ്ജിയുടെ ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതാ ഇനി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മറിച്ചിടാം. കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇത് വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ പറയുകയും വേണ്ട. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ്. അപ്പം ഇതാ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ള ബജ്ജിയും ഇതുപോലെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല ചൂട് ചായയും ബജ്ജിയും കൂടി അപ്പോൾ ഇന്ന് കഴിച്ചോളൂ. ബൈ, താങ്ക് യു.